അതുകൊണ്ടാണ് കഅബാലയം പുതുക്കി പണിയാൻ തീരുമാനിച്ചു. പൊളിക്കണം. ആര് പൊളിക്കും? കാരണം ഖുറൈശികൾ കഅബയെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലുള്ള ജാറപൂജകന്മാര് പറഞ്ഞു പരത്തുന്ന പോലെ അവര് വേറെ ഏതോ അള്ളാഹുവിനെയും നമ്മൾ വേറെ ഏതോ അള്ളാഹുവിനെയും പറയുന്നവരല്ല. കഅബാലയത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ തന്നെയാണ് ഖുറൈശികൾ വിശ്വസിച്ചത്. അതുകൊണ്ട് കഅബാലയം പൊളിച്ചു പണിയാൻ തീരുമാനമായി. 2 ചർച്ചയാണ് മക്കത്ത് വന്നത് ദാറുൻ നദുവയിൽ. എന്തോ ഒന്നാമത്തെ ചർച്ച എന്നറിയോ? പുതുക്കി പണിയാം, പ്രശ്നമില്ല. അബൂജഹൽ എഴുന്നേറ്റ് പ്രസംഗിച്ചു. അബൂജഹൽ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. അബൂജഹൽ ഏത് അള്ളാന്റെ വീടെന്നായി പറയുന്നത്? ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാണ്. ഇത് പുതുക്കി പണിയുന്നത് നമ്മൾ ചെയ്തുണ്ടാക്കിയ ഹറാമായ മുതലുകൊണ്ടാവരുത്. കാരണം അവിടെ പലിശ പൈസക്കാരുണ്ട്, വ്യഭിചാരത്തിന്റെ ജോലിയുള്ളവരുണ്ട്, കള്ള് കച്ചവടക്കാരുണ്ട്, പിടിച്ചുപറിയന്മാരും ചതിയന്മാരും വഞ്ചകന്മാരുമുണ്ട്. ഈ സ്വത്ത് കൊണ്ടൊന്നും ആവരുത്. നിങ്ങളെ കൈമലുള്ള, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ സമ്പത്ത് മാത്രം സ്വരൂപിക്കണം. പിരിവെടുത്തു അബൂജഹൽ. ഹലാല് മാത്രം കൊണ്ടുവരാൻ. കാരണം പണിയാൻ പോകുന്നത് കഅബാലയം എന്ന അള്ളാഹുവിന്റെ വീടാണ്. ഇത്രത്തോളം സൂക്ഷിച്ച മക്കക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ യുദ്ധം ചെയ്തെന്തിനാണ്? ഇതൊന്നും ആയിരുന്നല്ല വിഷയം. യുദ്ധത്തിന്റെ കാര്യം ഇവരിങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിലും ദുആ ചെയ്തത് ഔലിയാക്കളോടാണ്, സഹായം തേടിയത് ഔലിയാക്കളോടാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് കഅബാലയത്തെ ആദരിച്ചിരുന്നവരായിട്ട് പോലും അള്ളാഹു അവരെ കാഫിറെന്നും മുശ്രിക്കെന്നും വിളിച്ചു പുറത്താക്കിയത്. ഇന്നും അതിന്റെ സംഭവിക്കുന്നു മഹാഭൂരിപക്ഷത്തിനിടയിലും. പൈസ കൊണ്ടുവന്ന ആൾക്കാര് പൈസ വെച്ച് നോക്കുമ്പോ തികയുന്നില്ല. കഅബന്റെ പണി പൂർത്തിയാക്കാൻ ഹലാലായ സ്വത്ത് തികയുന്നില്ല. എന്താ ചെയ്തെന്നറിയോ? അവരാ സ്വത്ത് കൊണ്ട് എത്ര എടുക്കാൻ പറ്റുമോ അത്രയും എടുത്ത് ബാക്കി ഒഴിവാക്കി. ഇതും കഅബന്റെ ഭാഗമാണെന്ന് പിൽക്കാലത്തുള്ളവർക്ക് മനസ്സിലാവാൻ ചുറ്റുമകത്തൊരു കെട്ടങ്ങ് കെട്ടിക്കൊടുത്തു. ഇതും കഅബന്റെ ഉള്ളാന്നറിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആയിഷ ബീവിനോട്, നിന്റെ ആൾക്കാര് പുതുക്കി പണിതപ്പം കെട്ടിയതാണിത്, അതിന്റെ ഉള്ളിൽ നിസ്കരിച്ചാലും കഅബന്റെ ഉള്ളിൽ നിസ്കരിച്ച പോലെയാണ് എന്ന്. ഖുറൈശികൾ, അന്നത്തെ കാഫിറുകൾ കഅബയെ ആദരിച്ച ആദരവാണ്. രണ്ടാമത്തെ വിഷയം, ഇതാര് പൊളിക്കും? കഅബാലയം അല്ലാഹുവിന്റെ വീടാണ്. അത് പൊളിക്കാൻ നിന്ന അബ്രഹത്തിനോട് അല്ലാഹു എടുത്ത നടപടി അതവര് മലന്റെ മുകളിൽ കയറി നിന്ന് കണ്ട ആൾക്കാരാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനപ്പട്ടാളത്തെ അബാബീലിനെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുടച്ച് നാമാവിശേഷമാക്കിയത് താരീഖിന്റെ ഉലമാക്കൾ എഴുതി. ആ പക്ഷി കൊക്കിലും 2 കാലിലും തിളക്കുന്ന കല്ലുകളുമായി വന്ന് അത് താഴോട്ടിട്ടു. അതാരുടെയൊക്കെ തലയിൽ പതിച്ചുവോ അവര് കത്തിച്ചാമ്പലായി അവിടെ തന്നെ അങ്ങ് തീർന്നു. അബ്രഹത്തടക്കം അവിടെ ഇല്ലാതായി. ഇത് മലന്റെ മുകളിൽ അവര് കണ്ടോണ്ടിരിക്കുകയാണ്. അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. നരകത്തിന്റെ തീ കൊണ്ടുള്ള കല്ലുകൾ എറിഞ്ഞ പക്ഷികൾ അവരെ തുരത്തിയത് നബിയെ നിങ്ങൾ കണ്ടില്ലേ? ഇതറിയുന്നവരാണ് മക്കക്കാര്. പൊളിക്കാൻ പേടി. പൊളിച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. എന്തിനാണ് മുശ്രിക്കുകൾ വേറെ ഏതോ മതക്കാരാണെങ്കിൽ ഇത് പൊളിക്കാൻ പേടിക്കുന്നത്? വേറെ ഏതോ ആശയക്കാരാണെങ്കിൽ കഅബാലയം പൊളിക്കാനുള്ള ഭയം എന്തിനാ? കഅബാലയത്തെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇത് അല്ലാഹുവിന്റെതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മക്കത്തുള്ളവര്. ഇന്നത്തെ ഷിയാക്കൾ വിശ്വസിക്കുന്ന പോലെ, ഇന്നത്തെ ജാറത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്ന പോലെ. വലീദ് ഇബ്നുൽ മുഗീറ തയ്യാറായി. വലീദ് ഇബ്നുൽ മുഗീറ സൂറത്തുൽ മുദ്ദസ്സിറിൽ പരാമർശമുള്ള ഖാലിദ് ഇബ്നുൽ വലീദിന്റെ ബാപ്പ, വലിയ പണ്ഡിതൻ, വലിയ സാഹിത്യകാരൻ, വലിയ ധനികൻ, പണക്കാരൻ, വലിയ ബുദ്ധിജീവി. ഇന്നഹു ഫക്കറ വഖദ്ദറ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر. അതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കി. സഉസ്ലീഹി സഖർ. അല്ലാഹു പറഞ്ഞു, ഞാൻ അവനെ നരകത്തിന്റെ വലിയ വലിയ മലഞ്ചെരുവുകളിൽ പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. ആ വലീദ് പൊട്ടിക്കാൻ തയ്യാറായി. ആൾക്കാർ എന്താ ചെയ്തെന്നറിയോ? വലീദ് ഇബ്നുൽ മുഗീറ ആദ്യത്തെ കല്ല് പൊളിച്ച് പുരക്കേക്ക് പോയി രാത്രി ഉറങ്ങാൻ. പിറ്റേന്ന് രാവിലെ വരെ ആളുകൾ വലീദിന്റെ വീട്ടിന്റെ മുറ്റത്ത് കാത്തിരുന്നു, വലീദിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നോക്കാൻ. കാരണം പൊളിച്ചത് കഅബയാണ്, അല്ലാഹുവിന്റെ ഭവനമാണ്.
കഅബാലയത്തെ ഇത്ര ആദരിച്ച, അതിന്റെ വിഷയത്തിൽ ഇത്ര പേടിച്ച ഖുറൈശികൾ എന്തിനാ അള്ളാഹു കാഫിറാക്കിയത്? എന്തിനാ അള്ളാഹു മുശ്രിക്കാക്കിയത്? ശിർക്ക് അത്ര വലിയ അപകടമാണ്. നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല, പള്ളി പണിതിട്ടൊന്നും കാര്യമില്ല, പള്ളി കമ്മിറ്റി ആയിട്ടും കാര്യമില്ല, 10 ലക്ഷം പള്ളിക്ക് ചെക്ക് എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. തൗഹീദ് ഉണ്ടെങ്കിലേ അള്ളാഹു മുസ്ലിമായിട്ട് തന്നെ അംഗീകരിക്കുള്ളൂ. പിറ്റേന്ന് രാവിലെ വലിയതൊന്നും പറ്റാണ്ട് എണീച്ച് വന്നപ്പോ എല്ലാവർക്കും ആശ്വാസമായി, എല്ലാരും പൊളിച്ചു പണിതു. ഹജറുൽ അസ്വദ് പുറത്തായി. പൊളിച്ചപ്പോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. എപ്പോഴെങ്കിലും പോയിട്ട് കാണണം, മുത്താൻ പറ്റുമെങ്കിൽ ഒന്ന് മുത്തണം. മുത്തിയിട്ട് പ്രത്യേകത ഒന്നുമില്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലിനെ ചുംബിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅഅലമു അന്നകി ഹജർ ലാ തൻഫഅ വലാ തദുർ. നീ വെറും ഒരു കല്ലാണ്, അതെനിക്കറിയാം. നീ ഒരു ഉപകാരവും ചെയ്യൂല, ഒരു ഉപദ്രവവും ചെയ്യൂല. ഹജറുൽ അസ്വദിന്റെ അടുത്ത് വന്ന് തിക്കിത്തിരക്കി അതിന്റെ അടുത്തെത്തി കരുതി വെച്ചിട്ട പിന്നെ കല്ലിന്റെ മുകളിൽ ഒരച്ച് അത് മടക്കി ഒരു പട്ടിന്റെ തുണിയിൽ പൊതിഞ്ഞ് പുലക്കൽമാരിൽ കൊണ്ടുവച്ചാൽ കോടികൾ ഉണ്ടാവുമൊന്നുമില്ല. സൂപ്പർ മാർക്കറ്റ് 5 എണ്ണം ഒരുമിച്ച് വരുമൊന്നുമില്ല. 300 ഏക്കർ കാപ്പി ഒരുമിച്ച് കിട്ടുമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാധനമില്ല. ലാ തൻഫഅ വലാ തദുർ. നീ ഒരു ഉപകാരവും ചെയ്യൂല, ഒരു ഉപദ്രവവും ചെയ്യൂല. ലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബൽതുക മാ ഖബ്ബൽതുക. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. സമിഅനാ വഅതഅനാ. ആ കല്ല് സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. സഹീഹായ റിവായത്തിൽ വന്നിട്ടുണ്ട്, ആദം സന്തതികളുടെ പാപക്കറ വലിച്ചെടുത്തത് കൊണ്ടാണ് ആ വെളുത്ത കല്ല് കറുപ്പായി പോയത് എന്ന്. പല രാജാക്കന്മാരും അത് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം അതിന്റെ ചീളുകൾ മാത്രമേ ഉള്ളൂ, മൊത്തത്തിൽ കല്ലില്ല, പൊട്ടിയ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അത് യഥാസ്ഥാനത്ത് ആര് വെക്കും? ഖുറൈശികൾക്കിടയിൽ പ്രശ്നം രൂക്ഷമായി. ഓരോ കുടുംബക്കാരും പറഞ്ഞു, നമ്മളാ കേമന്മാർ, നമ്മളാ കേമന്മാര്. ആകെ ചർച്ച. അതിന്റെ വിഷയത്തിൽ യുദ്ധം ചെയ്യാൻ പോലും അവര് തയ്യാർ. എന്തിനാണ് ഈ ഖുറൈശികളും കാഫിര്യങ്ങളും ഈ കൽജിനെ ഇത്ര ബഹുമാനിക്കുന്നത്? അള്ളാഹു കാഫിർ എന്ന് വിളിച്ച ഈ ടീം എന്തിനായി ഹജറുൽ അസ്വദിനെ ഇത്രത്തോളം ആദരിക്കുന്നത്? വേറെ മതക്കാരാണെങ്കിൽ അവര് പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്, മില്ലത്തെ ഇബ്രാഹിമിന്റെ വക്താക്കളാണ്, കഅബാലയത്തെയും ആ കല്ലിനെയും ആദരിക്കുന്നവരാണ്. പക്ഷെ അള്ളാഹു കാഫിറാക്കിയത് ഔലിയാക്കളോട് ദുആ ചെയ്തത് കൊണ്ട് മാത്രം. ഇന്നും അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഓരും അതേ ഖുറൈശിയും മിയ ഒരു വ്യത്യാസവും അവർക്കിടയിലില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ ഒരാൾ പറഞ്ഞു, ഈ വലീദ് പറഞ്ഞു, എന്തിനാ ഇപ്പൊ നമ്മൾ അടിയുണ്ടാക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, മസ്ജിദുൽ ഹറാമിലേക്ക്, പള്ളിയിലേക്ക് ഇനി ആരാണ് ആദ്യമായി കടന്നു വരിക എന്ന് നമുക്ക് കാത്തിരിക്കാം. ആര് വന്നാലും നമുക്ക് മൂപ്പരേൽപ്പിക്കാം. എല്ലാവർക്കും സമ്മതം. എല്ലാവരും കാത്ത് കെട്ടിക്കിരിക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. അന്ന് നബിയല്ല, റസൂലായില്ല, ഇനിയും കുറെ കൊല്ലം കിടക്കുന്നേ ഉള്ളൂ ജിബ്രീൽ വരാൻ. അന്ന് അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദാണ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാൽ, മക്കക്കാരുടെ കണ്ണിലുണ്ണിയാൽ, മക്കക്കാരുടെ പനിനീർ പുഷ്പം പോലെ പരിശുദ്ധമായ ചെറുപ്പക്കാരനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതും അവിടെ കൂടിയിരുന്ന ഖുറൈശി ഗോത്രക്കാര് മുഴുവൻ ഒരൊറ്റ സ്വരത്തിൽ ഹാദാ മുഹമ്മദുൽ അമീൻ, ഇതാ വരുന്നു അൽ-അമീനായ മുഹമ്മദ്, വേറെ ആരുണ്ട് ഇത്രയും അർഹതയുള്ള ആള്? പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. മക്കത്തെ പ്രായമുള്ള നേതാക്കന്മാര് പറഞ്ഞു, മുഹമ്മദ് നിനക്ക് പറ്റിയ ജോലിയാൽ നീ എടുത്തു വെക്കും. പക്ഷെ റസൂലാവാതിരിക്കുന്ന ആളാണ്. ഇങ്ങനെ നബിയാവാതി. നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും ഞാൻ പേര് പറയുന്നില്ല, മനുഷ്യന്മാർ എന്തെങ്കിലും യൂട്യൂബ് കയറിയിട്ട് മൈക്കിന്റെ മുമ്പ് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളുടെ കരടിന്റെ കഷ്ണമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും അയ്യബുണ്ടാവുമെന്ന് ആരും വിചാരിച്ച്? നമ്മളെ മനസ്സിൽ നിന്ന് ആ പ്രവാചകന്റെ വലിപ്പം അങ്ങ് മാഞ്ഞു പോകുന്ന വിചാരിച്ച്? നമ്മളെ പ്രവാചകന്റെ സുന്നത്തിനെ തലയിൽ വെക്കുന്നതിന് എടുത്തങ്ങി ഇറക്കി വെക്കുന്ന ഈ പൊട്ടന്മാരും മഠയന്മാരും കരുതിയത് ദിവാസ്വപ്നം കാണുന്ന പമ്പര വിഡ്ഢികൾ മുഹമ്മദ് മുസ്തഫ ജീവിക്കുന്നത് ഉമ്മത്തിന്റെ നെഞ്ചിന്റെ ഉള്ളിലാണ്, വാരിയലിന്റെ ഉള്ളകത്ത്. ഈ ദുനിയാവിലെ സർവസ്വം ത്യജിക്കേണ്ടി വന്നാലും, സർവ്വതും തകർന്ന് തരിപ്പണമായാലും മുഹമ്മദ് മുസ്തഫാനെ ഒരു പൊതിക്ക് പോലും കളിയാക്കാൻ, പരിഹസിക്കാൻ, അവിശ്വസിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവില്ല.
തലയറുക്കപ്പെട്ടേക്കാം, നെഞ്ച് കുത്തി പുലർന്നേക്കാം, ഹൃദയം എടുത്ത് വലിച്ചു വാരിയെറിഞ്ഞാലും അപ്പോഴും പടക്കുന്നുണ്ടാവും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ആളാത് പഠിച്ചിട്ട് പറയണം, ആളെ മനസ്സിലാക്കിയിട്ട് വർത്താനം പറയണം. അള്ളാഹുവിന്റെ റസൂൽ നബിയാവാൻ പോകുന്ന ആളാണ്. എല്ലാരെയും വിളിച്ചു, മക്കക്കാരെ പ്രശ്നം വേണ്ട, എല്ലാ ഗോത്രക്കാരുടെ നേതാക്കന്മാരും വരെ എല്ലാരെയും വിളിച്ചു. പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരെ നിങ്ങൾ അയക്കും, എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തർ വരട്ടെ. 7 ഗോത്രങ്ങളിൽ നിന്ന് 7 പേര് വന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതച്ച വിരിപ്പ് അതെടുത്താടെ വിരിച്ചു കൊടുത്തു. മുബാറക്കായ കൈ കൊണ്ട് കല്ലെടുത്ത് അതിന് മുകളിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാരും കൂടി പിടിക്കും. എല്ലാരും കൂടി തുണി പിടിച്ചിട്ട് പോക്കി. സ്ഥലത്തെത്തിയപ്പം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെടുത്തു, ആ സ്ഥലത്ത് വെച്ചു. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. റിസാലത്തിന്റെ തുടക്കമായിരുന്നു. മക്കക്കാരെ മനസ്സിൽ ഒന്നും കൂടി ഒരു പൊന്തൂവല്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെയായിരുന്നു ആ സ്വഭാവം, അങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുമ്പ് ആളുകളെ മനസ്സിൽ കയറി.